വിസിമോഷെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ VC ബാലകൃഷ്ണൻ. നമ്മുടെ വാക്ക് വിത്ത് VC എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയുടെ 32ാമത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഈ കൂട്ടായ്മ രൂപീകരിച്ചത് 2022 ജൂലൈ 7-നായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് അല്ലെ 4 വർഷത്തോളമായി നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെബിനാറുകളും സംഘടിപ്പിച്ചു വരുന്നു. ഇന്നത്തെ വെബിനാറിൽ ക്ലാസ് എടുക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട, വളരെ കാലമായിട്ട് പരിചയമുള്ള, ഈ രംഗത്ത് പഠനം നടത്തുന്ന ഉമേഷ് പാവുകണ്ടിയാണ്. ഉമേഷ് പാവുകണ്ടി കഴിഞ്ഞ ഒരു 10-20 വർഷത്തോളമായി നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും വിചാരിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഉമേഷിനെ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് ഉമേഷിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അരുൺരാജിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അരുൺരാജ്. നന്ദി VC. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക് വിത്ത് VC കമ്മ്യൂണിറ്റിയുടെ 32ാമത്തെ വെബിനാറാണ്. വളരെ രസകരമായിട്ടുള്ള, എന്നാൽ നമുക്കധികം ക്ലാസ്സുകളോ വെബിനാറുകളോ അങ്ങനെ കിട്ടാത്തൊരു വിഷയമാണ് പല്ലികളും അവരുടെ ബന്ധുക്കളെയും കുറിച്ചുള്ള ഒരു ക്ലാസ്, ലിസാർഡുകളെ കുറിച്ചും. അപ്പോൾ ഇന്ന് നമുക്ക് ആ ക്ലാസ് എടുക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നതും ഈ ഒരു ഗ്രൂപ്പിൽ വളരെ ആഴത്തിൽ അറിവുള്ളൊരു വ്യക്തിയാണ് ശ്രീ ഉമേഷ്. ഉരകങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചും പരിണാമത്തിനെ കുറിച്ചുമെല്ലാം ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഉഭയജീവി ഉരക സർവേകളിലും ഒരു സാന്നിധ്യമാണ് ശ്രീ ഉമേഷ്. ഇപ്പോൾ അദ്ദേഹം ലക്കിടി CGS എർത്ത് ഗ്രൂപ്പിൽ നാച്ചുറലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ റെപ്റ്റൈൽസിലും ഉള്ള താല്പര്യം കൊണ്ട് അവയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചതിലൂടെ കുറച്ചധികം പുതിയ സ്പീഷീസുകളെ ശാസ്ത്രലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പല്ലിവർഗത്തിൽപ്പെട്ട നമാസ്പിസ് കുട്ടിയൂറൻസിസ്, അത് ആറളം കൊട്ടിയൂർ ഭാഗങ്ങളിൽ ഈ അടുത്ത് പൈതൽ മലയിൽ റിപ്പോർട്ട് ചെയ്തെന്ന് തോന്നുന്നു. അവിടെ മാത്രം കാണപ്പെടുന്ന ഒരു പല്ലിവർഗത്തിൽപ്പെട്ട ജീവിയാണ്. അതുപോലെ നമാസിസ് സക്കറിയെ, പിന്നെ പാമ്പിനത്തിൽപ്പെട്ട കവചവാലൻ പാമ്പുകളുടെ ഇനത്തിൽപ്പെട്ട റിനോഫിസ് കരിന്തണ്ടാനി, സൈലോഫിസ് ചെങ്കുറുപ്പൻ തുടങ്ങിയ പാമ്പിനങ്ങളെയും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവാദത്തിൽ ഇത്ര ആഴത്തിൽ അറിവുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഉമേഷേട്ടാ, സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. ആദ്യമേ VC മാഷ്ക്കും അനുരാജിനും നന്ദി. ഇത് വാക്ക് വിത്ത് VCയിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വെബിനാറാണ്. ഇവർ ക്ഷണിച്ച ടീമിന് വളരെയധികം നന്ദി. അപ്പം എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാം. ഓക്കെയാണ്. സോ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണയായിട്ട് ഈ വെബിനാർസിലൊക്കെ സാധാരണ ചെയ്യുന്നത് റെപ്റ്റൈൽസ് എന്നുള്ള ഗ്രൂപ്പ് മൊത്തം ഇൻക്ലൂഡിങ് പാമ്പും എല്ലാം കൂടി എടുക്കുന്ന ഒരു പതിവാണ്. അപ്പൊ ഇത്തവണ നമ്മൾ വിചാരിച്ചു അത് ലിസേർഡ്സ്, അതായത് പല്ലി വർഗത്തിൽപ്പെട്ട ജീവികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് ചെയ്യാമെന്ന് VC മാഷ് ഒന്ന് അഭിപ്രായം പറഞ്ഞു. സോ അത് അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ലിസേർഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു ടോക്കിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട, അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ സാധ്യതയുള്ള നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെയുള്ള കുറച്ച് പല്ലികളൊക്കെ പരിചയപ്പെടുത്തുക. പിന്നീട് നിങ്ങൾ അത് ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റേഷനിൽ എന്താ പറയുക, നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളായിട്ട് ഈ ഒരു പ്രസന്റേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം.
അപ്പം കേരളത്തിൽ ആകെ ഇത്രയും ഗ്രൂപ്പ് പല്ലികളാണുള്ളത്. നമുക്ക് ഒരു 6 ഗ്രൂപ്പ് ഓഫ് പല്ലികൾ കേരളത്തിലുണ്ട്. 6 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 6 ഫാമിലിയാണ്. 6 ഫാമിലി. ഇതിൽ ഒട്ടുമിക്കവാറും നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഈ അഗാമിഡെ എന്ന് പറയുന്നത് ഓന്ത് വർഗ്ഗമാണ്. നമ്മൾ ഈ ചോര കുടിക്കുന്നതൊക്കെ പറയുന്ന ഓന്തുകളുണ്ടല്ലോ, അത് വർഗ്ഗമാണ്. ഗക്കോനയുടെ പല്ലികൾ ഒക്കെ അറിയാം. അരണയുണ്ട്. പിന്നെ മരയോന്തുകളുണ്ട്. മരയോന്ത് നമുക്ക് കേരളത്തിൽ അത്ര സാധാരണ അല്ല, എന്നാലും കാണുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള വളരെ കുറഞ്ഞ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ലാസറ്റിഡേ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാസ് കിങ്ക്, സാൻഡ് ലിസേർഡ് എന്നൊക്കെ പറയുന്ന സംഭവം. പിന്നെ മോണിറ്റർ ലിസേർഡ്, ഉടുമ്പ്. ഈ ഉടുമ്പൊക്കെ നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോലെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ വീട്ടു പരിസരത്ത് നിങ്ങൾ കാണാൻ സാധ്യതയുള്ള കുറച്ച് പല്ലികളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പം അഗാമിഡെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്നാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണത്. അതേപോലെ തന്നെ വളരെ കോംപ്ലക്സും ആണ് ഈ ഗ്രൂപ്പ്. ഇപ്പം കുറെ സ്പീഷീസുകളൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം പല കളറിലും ഒക്കെ ഉണ്ടാവും. ഇതിലൊരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിൽ ഐഡന്റിഫൈ ചെയ്യുമ്പം ഈ കളറിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാണ്ട്, അതായത് കളർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് പാറ്റേൺസ് ഒക്കെ ഇതിൽ പരിചയപ്പെടുത്തരാം. ഈ അഗാമിഡയിൽ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ലിസാർഡാണ് കലോട്ടസ് വെർസിക്കോളർ എന്ന് പറഞ്ഞിട്ട് ഓറിയന്റൽ ഗാർഡൻ ലിസാർഡ് എന്ന് പറയുന്ന സംഭവം. ഇത് പല കളറിൽ വരാറുണ്ട്. അതായത് മോസ്റ്റ്ലി ഈ ഫീമെയിൽസ് ആണ് ഈ മേലെ കാണുന്നത്, ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഫീമെയിൽസ് ആണ്. ഫീമെയിൽസും ജുനൈൽസും ഒക്കെ ഈ ഒരു കളറായിരിക്കും. മെയിൽ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പെയിലർ കളറായിട്ട്, ഹെഡ് ചില സമയത്ത് റെഡിഷ് കളർ ഇരിക്കും. ഇതാണ് പലപ്പോഴും നമ്മൾ മരത്തിലിരുന്നിട്ടോ മതിലിരുന്നിട്ടോ ഹെഡ് ബോബിംഗ് എന്ന് പറഞ്ഞിട്ട് ബിഹേവിയർ ഉണ്ട്. തല ഇങ്ങനെ പൊക്കിയും താത്തിയും ചെയ്തുകൊണ്ടിരിക്കും, ഹെഡ് ബോബിംഗ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ലിസാർഡിന്റെ പല സ്ഥലത്തും എന്താ പറയാ ചോര കുടിക്കും എന്നൊക്കെ പറയും. ബിക്കോസ് ആ ഒരു ഹെഡ് ബോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ആ ഹെഡിന് ആ കളർ വരുന്നത്. ആ ബോബ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഹെഡ് ഇളക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം ഒരു ടെറിട്ടറിയിൽ വേറെ മെയിൽസ് ഒന്നും വരാതെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ ഒരു അഗ്രഷനും ലവും കാണിക്കുന്ന ഒരു വേ ആണ് ആ തലയാട്ടുന്ന സംഭവം. അപ്പൊ ഇത് നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണും. ഗാർഡൻ ലിസാർഡ് എന്ന് പറയും, ഓന്ത്. അപ്പം ഇതിന് വളരെ ചെറിയ രീതിയിൽ കളർ മാറാനൊക്കെ പറ്റും. ഈ രണ്ടാമത്താണ് ഫോറസ്റ്റ് ലിസാർഡ്. ഇത് കോമൺ ഫോറസ്റ്റ് ലിസാർഡ് എന്നാണ് പേരെങ്കിൽ പോലും നാട്ടിൻപുറത്ത് കാണാം. നമ്മുടെ ഈ സമുദ്രനിരപ്പിന്ന് വളരെ എന്താ പറയാ ഉയരം കുറഞ്ഞ സ്ഥലങ്ങൾ, ഈ കുമരകമൊക്കെ പോലത്തെ, ആലപ്പുഴയൊക്കെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. കാടലിൽ കാണാൻ പറ്റും. തിരിച്ചറിയാനുള്ള ഒരു വഴി, നമ്മൾക്ക് പച്ച നിറത്തിലുള്ള കുറെ ഒന്തുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ പച്ച നിറത്തിലുള്ള ഒന്തെന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് ബാൻഡ്, അത് ഭയങ്കര പ്രൊമിനന്റ് ആണ്. എല്ലാത്തിനും ഒട്ടുമിക്ക ഇൻഡിവിജ്വൽസിനും ഈ വെള്ള വരകൾ ഉണ്ടാവും. ആ ക്രോസ് ആയിട്ടുള്ള വരകൾ ഉണ്ടല്ലോ, അതുണ്ടാവും. അതാണ് ഏതൊരു പച്ച കളറുള്ള ഓന്തിൽ നിന്നും ഈ ഒരു ഗ്രീൻ ഫോറസ്റ്റ് ലിസാർഡിനെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം. ഇതിന്റെ കളറ് ഏകദേശം കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. തലയുടെ കളറ് ചെറുതായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ബ്ലൂയിഷ് കളറൊക്കെ വരും. ഈ ബോട്ടം പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ബ്ലൂയിഷ് കളറൊക്കെ വരും. ഇതും ഗാർഡനിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ചിലപ്പം നിലത്തൊക്കെ വന്നിരിക്കും. ഈ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും മണ്ണിനടിയിലാണ് മുട്ടയിടുന്നത്, മണ്ണിലാണ് മുട്ടയിടുന്നത്. അപ്പൊ അത് കുഴിക്കണം. അപ്പൊ മണ്ണ് കുഴിക്കാനൊക്കെ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ കാട്ടിനകത്തോട്ട് വരുവാണെങ്കിൽ കാണുന്ന ഒരു ഓന്താണ് നീലഗിരി ഫോറസ്റ്റ് ലിസാർഡ് എന്ന് പറഞ്ഞിട്ട്. എൻഡമിക് ആണ്, വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം ഉള്ളതാണ്. കൂർഗ്, വയനാട് ഈ ഭാഗത്ത്, അതായത് നോർത്തേൺ സൈഡിൽ മാത്രമാണ് ഇങ്ങനെ കാണുന്നത്. വയനാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കാണാം. ഒരു കാലത്ത് വളരെയധികം റെയർ ആയിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഫോറസ്റ്റ് ലിസാർഡ് ആണ്. മുമ്പൊക്കെ ഞാനൊക്കെ വളരെ എന്താ പറയാ അലഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്പീഷീസിനെ കാണാൻ വേണ്ടിയിട്ട് കൂർഗിലൊക്കെ. പക്ഷെ ഇപ്പം സുലഭമായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. കാരണം രാത്രിയൊക്കെ നമ്മൾ ടോർച്ച് അടിച്ച് പോകുമ്പോൾ ഇത് മരത്തിൽ ഇങ്ങനെ ഉറങ്ങുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. നീലഗിരി ഫോറസ്റ്റ് ലിസാർഡ് എന്ന് പറയുന്നത്. കളർ ഈ ഗ്രീൻ തന്നെയാണ്. നോക്കിയാൽ മനസ്സിലാവും, ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും ത്രോട്ടില്. ഈ ത്രോട്ടിൽ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. അതാണ് ഒരു ഐഡന്റിഫിക്കേഷൻ. ഇതിന്റെ തന്നെ ഇതേപോലെ തന്നെ ഇരിക്കുന്ന സംഭവം, ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഒന്ന് നിങ്ങൾ മൂന്നാറിൽ പോയാൽ കാണാൻ പറ്റും. കുറച്ചുകൂടി സൗത്തിൽ, അതായത് പാലക്കാട് ക്യാപ്പിന്റെ
സദേൺ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്, കണ്ടാൽ ഇതുപോലെ തന്നെ ഇരിക്കും. അതാണ് ഈ ലാർജ് സ്കെയിൽ ഫോറസ്റ്റ് ലിസേർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ശൽക്കങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടി വലുതാ. ഇവിടെ കമ്പാരിസൺ തരാം. ഇതിന്റെ ശൽക്കങ്ങൾ, അതായത് നീലഗിരി ഫോറസ്റ്റ് ലിസേർഡിന്റെ സ്കെയിലുകളെക്കാട്ടും കുറച്ചുകൂടി വലുതാണ് ഈ ലാർജ് സ്കെയിൽ ഫോറസ്റ്റ് ലിസേർഡിന്റെ ശൽക്കങ്ങൾ. കുറച്ചുകൂടി ഒരു കളർഫുൾ ആണ്. പിന്നെ ഒരു കുറച്ച് ഡാർക്കർ ബാൻഡ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. കുറച്ച് ഡാർക്കർ കളറൊക്കെ, കറുത്ത കളറൊക്കെ ബോഡിയിൽ കാണാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കളർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് അത്ര നല്ല മെത്തേഡ് അല്ല എങ്കിൽ പോലും ചില അവസരങ്ങളിൽ അങ്ങനെ റിസോർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഓന്ത് നിങ്ങൾക്ക് പശ്ചിമഘട്ടത്തിന്റെ പാലക്കാട് ഗ്യാപ്പിന്റെ താഴോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ രണ്ട് സ്പീഷീസ്, ഒന്ന് പാലക്കാട് ഗ്യാപ്പിന്റെ മുകളിലും ഒന്ന് പാലക്കാട് ഗ്യാപ്പിന്റെ താഴെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത്. രണ്ടും എൻഡമിക് ആണ്, രണ്ടും വെസ്റ്റേൺ ഘട്ട്സിൽ മാത്രം ഉള്ളതാണ്. ഇത് എഗെയിൻ നാട്ടിൻപുറങ്ങളിൽ പോലും ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓന്താണ്. റൗക്സ് ഓന്ത് എന്നാണ് പറയുക. റൗക്സ് എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നിങ്ങൾക്ക് ഇതിൽ മലയാളം പേരുകൾ കാണാൻ പറ്റും. അത് ഞാൻ ഡോക്ടർ മുഹമ്മദ് ജാഫർ പാലോട്ടിന്റെ ഒരു ആർട്ടിക്കിളിൽ എടുത്തിട്ടുള്ള പേരുകളാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മലയാളം പേരുകളൊക്കെ വളരെ ട്രിക്കിയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ. അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ റൗക്സ് ഓന്ത് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. ശരിക്കും നല്ല മലയാളം പേര് കൊടുത്താൽ നല്ലതായിരിക്കും, കാരണം ഇതൊക്കെ കുറച്ചുകൂടി എന്താണ് നാട്ടിൽ കാണുന്നതാണ്. അപ്പം ഈ റൗക്സിന്റെ ഓന്തിന്റെ പ്രത്യേകത, ഇത് നിങ്ങൾക്ക് താഴത്തെ ബ്ലാക്ക് കളർ ആനിമൽ കണ്ടാൽ മനസ്സിലാവും, അതൊരു മെയിലാണ്. മെയിൽ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഓന്തുകളിൽ മെയിലിന്റെ കളർ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഹെഡ്, ആ ഹെഡ് വെച്ചിട്ടാണ് അത് അട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ഈ റൗക്സിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൗക്സിന്റെ ഓന്തുമായിട്ട് തെറ്റിപ്പോകുന്ന ഒരു ഓന്തുണ്ട്, എലിയോട്ട് ഫോറസ്റ്റ് ലിസേർഡ് എന്ന് പറയും. അപ്പം അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം, ഇതിനകത്ത് കുറച്ച് കോംപ്ലക്സ് ആണ് എന്നാൽ പോലും ഒരു മാർഗം, ഈ റൗക്സിന്റെ പുറകിലുള്ള സ്പൈനുകൾ, നിങ്ങൾ ഈ കാണുന്ന റെഡ് ഇൻഡിവിജ്വലെ നോക്കിയാൽ മതി. അതിൽ കാണുന്ന ആ സ്പൈനുകൾ ഓൾമോസ്റ്റ് ഒരേ നിരയിലുള്ള സ്പൈനുകളാണ്. അത്ര ഒരേ സൈസാണ് ആ നെക്കിന്റെ മുകളിലുള്ള സ്പൈനുകൾ. നേരെ മറിച്ച് നമ്മൾ എലിയോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു 3 വെരി പ്രൊമിനന്റ് ആയിട്ടുള്ള സ്പൈന് കാണാം. ഇതാണ് ഒരു മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ് എലിയോട്ട് ഫോറസ്റ്റ് ലിസേർഡും പിന്നെ ഈ റൗക്സിന്റെ ഫോറസ്റ്റ് ലിസേർഡും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ മുള്ളോന്ത് എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു 3 മുള്ളു പോലെ ഉണ്ടാവും. ഇതിനകത്ത് പശ്ചിമഘട്ടത്തിന്റെ ഷോലയിൽ കാണുന്ന ഒരു സ്പീഷീസും കൂടി ഉണ്ട്. അത് പക്ഷേ നമ്മൾ സാധാരണ ഇതിൽ എന്താ പറയുക കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പൊതുവെ ആളുകൾ കാണുന്നത് മാത്രമാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും, റൗക്സിന്റെ ഓന്തും മുള്ളോന്തും. മുള്ളോന്തും തിരിച്ചറിയുന്നത് ഈ 3 സ്പൈൻ വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്കെല്ലാം ഭയങ്കര പരിചയമുള്ള, നല്ല പരിചയമുള്ള സദേൺ ഫ്ലൈയിങ് ലിസേർഡ്, പറയോന്ത്, പറക്കുന്ന ഓന്ത്, പാറ എന്നൊക്കെ പറയും. നമുക്ക് പശ്ചിമഘട്ടത്തിൽ പറക്കാൻ കഴിവുള്ള, പറക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലൈഡിങ് കപ്പാസിറ്റി ഉള്ള ഏക റെപ്റ്റൈലാണിത്. അപ്പം അതിനെന്താ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ റിബ്സ്, അതായത് വാരിയല്ലുകൾ കുറച്ചുകൂടി നീളമുള്ളതാണ്, എക്സ്റ്റെൻഡഡ് ആണ് വാരിയല്. ഈ എക്സ്റ്റെൻഡഡ് വാരിയലില് ഒരു സ്കിന്നുമായിട്ട്, ഒരു മെംബ്രെയിനുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പം ആവശ്യമില്ലാത്തപ്പോൾ അവർക്കത് മടക്കി വെക്കാം ബോഡിയോട് ചേർത്തിട്ട്, ആവശ്യമുള്ളപ്പോൾ അത് വിരിച്ചിട്ട് പാരാഗ്ലൈഡ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ മരത്തിന് താഴെ ഇറങ്ങില്ല, കാരണം ഗ്ലൈഡിങ് ആണല്ലോ. അപ്പം ആകെ ഒരേ ഒരു സമയം മാത്രമാണ് ഈ ഡ്രാക്കോ അല്ലെങ്കിൽ ഫ്ലൈയിങ് ലിസേർഡ് താഴെ ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന സമയം അത് മുട്ടയിടാനാണ്. മുട്ടയിടാൻ അവർക്ക് നിലത്ത് വന്നേ മതിയാവുള്ളൂ. വേറെ എല്ലാ ഒന്നിനെയും പോലെ അവര് പറക്കാനൊക്കെ പഠിച്ചു, പക്ഷേ മുട്ട മരത്തിലിടാനുള്ള എവല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അവര് നിലത്തിറങ്ങിയേ പറ്റുള്ളൂ. ഇതിന്റെ ഒരു വലിയ രസം എന്താന്ന് വെച്ചാല്, ഇവര് എവല്യൂഷണറി സ്പീക്കിംഗ് ഇവര് പറക്കൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം അങ്ങനെ പ്രെഡേറ്റേഴ്സിനെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ടോൾ ട്രീസിൽ മാത്രം ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ പറക്കൽ വന്നപ്പം അവരുടെ നിലത്തുള്ള മൂവ്മെന്റ്, അതായത് നടത്തം, കാലുകളൊക്കെ ഒരുമാതിരിയായി. പിന്നെ ചിറക് വന്നു, ചിറകല്ല വിങ് വന്നു, മെംബ്രെയിൻ വന്നു. അപ്പം നടത്തത്തിന്റെ പ്രശ്നം വന്നു. അപ്പൊ നിലത്ത് നടക്കാൻ ഇവർക്ക് പറ്റില്ല. നിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ലഗ്ഗിഷ് ആണ്. നടക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ പോയി കിട്ടി പറക്കൽ വന്നപ്പോൾ. ആ സമയത്താണ് ഇവര് ഏറ്റവും, അതായത് അവർക്ക് നിലത്ത് വന്നേ മതിയാവുള്ളൂ മുട്ടയിടാൻ വേണ്ടിയിട്ട്. കാരണം മണ്ണിലാണ് മുട്ടയിടുന്നത്. മണ്ണ് കുഴിച്ചിട്ട്, എല്ലാ ഒന്നും മുട്ടയിടും പോലെ മണ്ണ് കുഴിച്ചിട്ട് മണ്ണിലാണ് മുട്ടയിടുന്നത്. അപ്പം ആ മുട്ടയിടുന്ന സമയത്താണ് ഇവർ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഈ മേലത്തെ ആ ഗ്രീൻ കളർ പിക്ചറിൽ ഒരു യെല്ലോ ഫ്ലാപ്പ് പോലെ വരുന്നത് കാണാം.
ഇത് മെയിൽസിനുള്ള ഒരു സിഗ്നലിംഗ് മെക്കാനിസം ആണ്. അപ്പം ആ നെക്കിന്റെ ഭാഗത്ത് അതിങ്ങനെ മടക്കി വെക്കും ആവശ്യമില്ലാത്തപ്പോ. അപ്പൊ ഒരു ഫീമെയിലിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ മെയിൽസിനെ കാണുമ്പോഴോ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. അത് ഫീമെയിലിന് ഇത് കൊടുക്കുവാണ്, എന്താ പറയാ, ഇൻഫർമേഷൻ കൊടുക്കുവാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഫീമെയിലിന് വളരെ ചെറിയ ഡ്യൂലാപ്പ് ഉണ്ട്, വളരെ ചെറുതായിട്ട് ഫീമെയിലിനുണ്ട്. അപ്പൊ ഫീമെയിലിൽ റെസ്പോണ്ട് ചെയ്യും. ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ പടം നോക്കിയാൽ മനസ്സിലാവും. മരത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ ഭയങ്കര കാമോഫ്ലാഷ് ആണ്, അതായത് കാണില്ല. അപ്പം സ്വന്തം, അതായത് ഫീമെയിൽ അടുത്തുണ്ടെങ്കിൽ പോലും ഇതിന് കാണാൻ പറ്റില്ല. അപ്പം കാമോഫ്ലാഷിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് അല്ല, ഒരു മറുപുറമാണ് അതിന്റെ, ഒരു ഫ്ലിപ്പ് സൈഡ് ആണ് അതിന്റെ. അപ്പം ഇത്രയും കാമോഫ്ലാജ് ഉള്ള ആനിമലിനെ ഫീമെയിലിനെ കാണിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഡ്യൂലാപ്പ് വെച്ചിട്ട് ഹായ് എന്ന് പറയുന്നത്. അതാണ് ഇത് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഉറുമ്പ കഴിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ട്രീയിലെ ട്രങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഉറുമ്പ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരിവരിയായിട്ട് പോകുമ്പോൾ അതിനെങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണ് അവര് ഇത് ചെയ്യുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൽ നിലവിൽ ഒരു സ്പീഷീസേ ഉള്ളൂ, ഡ്രാക്കോ ഡെസിമേരി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ റീസെന്റ് ഒരു 1-2 സ്റ്റഡി ഒക്കെ നടന്നിരുന്നു. ഒരു പക്ഷേ വെസ്റ്റേൺ ഗട്ടിലെ സ്പീഷീസുകൾ കൂടുതലായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു വിഭാഗമാണിത്. നിലവിൽ ഇരിക്കുന്ന സ്പീഷീസുകളിൽ തന്നെ കുറച്ച് ടാക്സോണമിക്കൽ സ്പ്ലിറ്റ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പാണ് സദേൺ ഫ്ലൈയിങ് ലിസാർഡ് എന്ന് പറയും. നാട്ടിൻപുറങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ലിസാർഡാണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ ആ ചിറകിന്റെ ഭാഗത്ത്, ഐ മീൻ ഈ കളർ ഉണ്ട്. ഇത് മാടായി ഒക്കെ പോലത്തെ, മടായി പാറയൊക്കെ പോലത്തെ പാറയൊക്കെ നിറഞ്ഞിട്ടുള്ള റോക്കി ഔട്ട്ക്രോപ്സ് ഉള്ള സ്ഥലങ്ങളിൽ കാണുന്ന റോക്ക് അഗാമ എന്ന് പറയുന്ന റോക്കി ഔട്ട്ക്രോപ്സിലും അല്ലെങ്കിൽ പാറയായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, മെയിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല റെഡ് തലയുണ്ടാവും, ഓൾമോസ്റ്റ് ഈ കറുത്ത പൊടിയായിരിക്കും. പാറയിൽ വളരെ അജൈലായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫീമെയിൽസ് ആണ് ഓൺ ദ റൈറ്റ് സൈഡിൽ. അത് എന്താ പറയാ, ബ്രൗൺ കളറിൽ പാറയോട് ചേർന്ന് പാറയോട് ബ്ലെൻഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. ഇതും ഈ പറഞ്ഞ പോലെ ടെറിട്ടോറിയൽ ഫൈറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു ആനിമലാണ്. അപ്പൊ പാറപ്പുറത്ത് മെയിൽസ് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. റോക്ക് അഗാമ എന്ന് പറയും, വളരെ കോമൺ ആണ്. ഇതിൽ ഒരു സ്പീഷീസും കൂടി, കേരളത്തിൽ 2 റോക്ക് അഗാമകളാണുള്ളത്. ഒന്ന് സാമോഫിൽ, രണ്ട് സ്പീഷീസുകളുണ്ട്. ഈ 2 സ്പീഷീസുകളിൽ ഈ പറഞ്ഞ സ്പീഷീസ്, അതായത് സദേൺ റോക്ക് അഗാമയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ബ്ലാൻഫോർഡിന്റെ റോക്ക് അഗാമ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഷീസും കൂടി ഉണ്ട്. അത് രണ്ടും തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോഴും ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം വളരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കേരളത്തിൽ സാധാരണയായിട്ട് നിങ്ങൾ കാണുന്നത് ഈ ഒരു സദേൺ റോക്ക് അഗാമയാണ്. ഇനി ഈ കൂട്ടത്തില് ഈ അഗാമകളിൽ, അതായത് ഓന്ത് വർഗത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് 1-2 ഓന്തുകളുണ്ട്. അതായത് വെസ്റ്റേൺ ഗാറ്റ്സിൽ മാത്രമുള്ള, ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത, വെസ്റ്റേൺ ഗാറ്റ്സിൽ തന്നെ ചില സ്പെസിഫിക് സ്ഥലങ്ങളിൽ മാത്രമുള്ള 1-2 ഓന്തുകളുണ്ട്. ഇത് അപൂർവമായിട്ട് നമ്മൾ കാണുള്ളൂ, ഐ മീൻ നമ്മളുടെ നാട്ടിൻപുറത്ത് കാണുള്ളൂ. നാട്ടിൻപുറത്ത് കാണില്ല. ഞാൻ പറഞ്ഞു തന്നത് അപൂർവമായിട്ട് മാത്രമേ കാണുള്ളൂ. കാടുകളിൽ പോയാലാണ് ഇതിനെ കാണുന്നത്. 2 എണ്ണമാണുള്ളത്. ഒന്ന് ആനമലൈ സ്പൈനി ലിസാർഡും ഒന്ന് നീലഗിരി സ്പൈനി ലിസാർഡും. ആനമല എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് ആനമല ഹിൽസിലും എല്ലാം കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്നാറിൽ പോയാൽ ഈ സംഭവം കാണാൻ പറ്റും. വളരെ കോമൺ ആണ് മൂന്നാറിൽ. ഈവൻ മൂന്നാർ ടൗണിലൊക്കെ, സിറ്റിയിലൊക്കെ ബുഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത് കാണാം. നീലഗിരി സ്പൈൻ ലിസാർഡ് എന്ന് പറയുന്നത് നീലഗിരീസിൽ, ഊട്ടിയിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഈ 2 എണ്ണം എന്താ പറയാ, ഒരു ഒറ്റ ജീനസിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്. ആകെ രണ്ട് സ്പീഷീസ് ഉള്ളൂ. രണ്ടും ഒരു കൈൻഡ് ഓഫ് പോയിന്റ് എൻഡമിക് ആണ്, ഒരു സ്ഥലത്ത് മാത്രം കാണുന്നതാണ്. ഈ ഗ്രൂപ്പിൽ ഒന്നും കൂടെ ഉണ്ട്, അതാണ് ഈ കങ്കാരു ലിസാർഡ്സ്. കങ്കാരു ലിസാർഡ് എന്ന് പറയാൻ കാരണം അതിന്റെ പുറകിലത്തെ കാല്, അതായത് കങ്കാരുവിനെ പോലെ പിൻകാലുകൾ വളരെ എന്താണ് സോളിഡ്, വളരെ വളരെ നീളം ഉണ്ടാവും, നല്ല സോളിഡ് ആയിരിക്കും മുൻകാലിനെ അപേക്ഷിച്ചിട്ട്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എങ്ങനെയാണോ കങ്കാരു റൺ ചെയ്യുന്നത് അതേപോലെ ഓടാൻ പറ്റും. അതായത് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ കൈ നിലത്ത് വെച്ചിട്ട് തന്നെ ഇവർക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റും. അതുകൊണ്ടാണ് കങ്കാരു ലിസാർഡ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ഓന്ത് വർഗത്തിൽപ്പെട്ട ജീവിയാണ്. ഫോറസ്റ്റിന്റെ ലീഫ് ലിറ്റർ, അതായത് ഇല ഉള്ള സ്ഥലത്താണ് ഉണ്ടാകുന്നത്. ഇതിൽ 2 സ്പീഷീസ് നമ്മൾ വിചാരിച്ചത് ഇന്ത്യയിൽ, വെസ്റ്റേൺ ഗട്ട്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ കങ്കാരു ലിസാർഡ്. ഈ അടുത്ത കാലത്താണ് 2ാമത്തെ സ്പീഷീസ് നോർത്തേൺ കങ്കാരു ലിസാർഡ് ഇടുക്കി എന്നാണ് കണ്ടെത്തിയത്.
നോർത്തേൺ കങ്കാരു ലിസേർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2 സ്പീഷീസ് ഉണ്ട്, രണ്ടും ഈ പറഞ്ഞ പോലെ എൻഡമിക് ആണ്, നമ്മൾക്ക് വെസ്റ്റേൺ ഗാറ്റ്സിൽ മാത്രമുള്ളതാണ്. അപ്പം ഇത്രയും ഒന്നുവർഗ്ഗങ്ങളാണ് നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വെസ്റ്റേൺ ഗാറ്റ്സിന്റെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ സാധ്യതയുള്ള ഒന്നുവർഗ്ഗങ്ങൾ. ഇനി നമ്മൾ പല്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പല്ലി അറിയാം, വീട്ടിനകത്ത് ഒക്കെ പല്ലിയുള്ളതും പല്ലി ശല്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മളുടെ വീടിനകത്ത് 1-2 ഇനത്തിൽപ്പെട്ട പല്ലികളുണ്ട്. അതിനൊന്ന് പരിചയപ്പെടുത്തി തരാം. സാധാരണ വീടിനകത്തുള്ള പല്ലി ഒരു വലിയ കോംപ്ലക്സ് ആണ്, സ്പീഷീസ് കോംപ്ലക്സ് എന്നാ പറയുക. അത് ഏതാണെന്ന് കൃത്യമായിട്ട് പലപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ പേരിട്ട് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഹെമിഡാക്ടൈലസ്, പാവ്രിമാക്യുലേറ്റസ്, മുറേ, ഈ ഇങ്ങനെ 2 ഗ്രൂപ്പിലുള്ള പല്ലികളാണ് ഈ കാണുന്നത്. വീട്ടുപല്ലി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. വേറെ ഒന്നുകൂടി ഉണ്ട്, ഞാൻ അതിലോട്ട് വരാം. ഇവര് വീടിന്റെ ചുമരിലും വീടിന്റെ പരിസരങ്ങളിലും പറമ്പിലും ഒക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഇത് ഒരു മനുഷ്യന്റെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു സ്പീഷീസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇതിലൊന്നും പെടാത്ത പല്ലികളും ഉണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ളതായിരിക്കണം നിർബന്ധമില്ല, അത് വേറെ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാണ്. അതായത് ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യും. മീൻസ് അതിനൊരു മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി, നാട്ടിലെത്തി അവിടെ പെറ്റി വരിക, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് റീസെന്റ് ഒരു പല്ലി കിട്ടിയത്, കുമരകത്തു നിന്ന് ഒരു പല്ലി കിട്ടിയത്, അത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല്ലി അല്ല. അതെങ്ങനെയോ അവിടെ വന്ന് പെട്ടതാണ്, ആരോ കൊണ്ട് വിട്ടതായിരിക്കും. അപ്പം ഇങ്ങനത്തെ സ്പീഷീസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അവർ വരുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ വീട്ടിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, 1-2 കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിറയെ പെട്ടെന്ന് നിറയെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഭയങ്കരമായിട്ട് അഡാപ്റ്റഡ് ആണ്, നന്നായിട്ട് അഡാപ്റ്റഡ് ആണ് ഈ സിറ്റുവേഷൻസ് ആയിട്ട്. അപ്പം ഇതാണ് കോമൺ ഹൗസ് ഗെക്കോ എന്ന് പറയുന്നത്. വീട്ടിലും പരിസരത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഈ ഈവൻ ഡ്രസ്സിന്റെ ഇടയിലൊക്കെ മുട്ടയിടാൻ പറ്റും. അവർക്ക് വാളിന്റെ ക്രാക്സിൽ, ഡ്രസ്സിന്റെ ഇടയിൽ ഒക്കെ മുട്ടയിടാൻ പറ്റും. ഒരു 2 മുട്ട, നോർമലി 2 മുട്ട ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ വീട്ടിനകത്ത് ഇത് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പെസ്റ്റ് കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് ഇതാണ് ഏഷ്യൻ ഹൗസ് ഗെക്കോ. ഇത് ഹൗസ് ഗെക്കോ ആണ് പേരെങ്കിലും എന്റെ നാടായ കോഴിക്കോടും പരിസരങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത് തെങ്ങിന്റെ മണ്ടയിലാണ്. അതായത് നമ്മൾ തേങ്ങയൊക്കെ പറിക്കുമ്പോൾ ഓലയുടെ കൂടെയൊക്കെ താഴെ വരും. തെങ്ങിന്റെ മുകളിലാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. വീട്ടിന്റെ അകത്ത് നാട്ടുപല്ലി എന്നാണ്, ഹൗസ് ഗെക്കോ എന്നാണ് പറയുന്നതെങ്കിൽ പോലും കണ്ടിട്ടുള്ളത് മരത്തിലും പരിസരങ്ങളിലൊക്കെയാണ്. വളരെ കോമൺ ആണ്. ഈ സ്ട്രൈപ്പ് നോക്കിയാൽ അതിനെ മനസ്സിലാവും. ഈ ലോങ്കർ ആയിട്ട്, ലോഞ്ചിറ്റ്യൂഡിനായിട്ട് ഇതിന് സ്ട്രൈപ്സ് ഉണ്ടാവും. അപ്പം പിന്നെ ഉള്ളത് കോസ്റ്റൽ ഡേ ഗെക്കോ എന്ന് പറഞ്ഞിട്ട് മരപ്പല്ലി. വളരെ ചെറിയ പല്ലിയാണിത്. സാധാരണ രീതിയിൽ ആളുകൾ ഇത് പല്ലിയുടെ കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഈ പല്ലി കേരളത്തില് ഏറ്റവും രസമുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു പല്ലിയാണ്. കേരളത്തില് അതായത് നോർത്ത് എൻഡ് തൊട്ട് കാസർഗോഡ് തൊട്ടിട്ട് ട്രിവാൻഡ്രം വരെ കോസ്റ്റൽ ലൈൻസിലും ഫോറസ്റ്റ് പാച്ചസിലും വളരെ കോമൺ ആയിട്ടുണ്ട് ഈ സ്പീഷീസ്. അപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അസ്യൂം ചെയ്യുന്നത്, ഇതൊരു സ്പീഷീസ് കോംപ്ലക്സ് ആണ്. ഇതിനകത്ത് നിന്ന് കുറച്ചധികം പുതിയ ഇനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്, കണ്ടെത്താനുണ്ട്, വരുന്നുണ്ട്. ഒന്ന് ഓൾറെഡി വന്നിട്ടുണ്ട് പാലക്കാട് നിന്ന്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ നാട്ടില്, അതായത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ വീട്ടുപറമ്പിൽ ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ മരത്തിൽ ഈ പല്ലിനെ കാണാൻ പറ്റും. ഇതിന്റെ അണ്ടർ ദ ചിൻ, അതായത് ഇവിടെ താടിയുടെ അടിഭാഗത്ത് മെയിൽസിന് നല്ല മഞ്ഞ കളർ ഉണ്ടാവും, ബ്രൈറ്റ് യെല്ലോ കളർ ഉണ്ടാവും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു പക്ഷേ അതൊരു സെക്ഷൽ സിഗ്നൽ ആയിട്ട് ഫീമെയിലിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിലൊരു രസമുള്ള കഥ എന്താന്ന് വെച്ചാല്, ഞാൻ ഈ റിസർച്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, തുടങ്ങിയ സമയത്ത് എന്റെ വീട്ടുപറമ്പിൽ, അതായത് എന്നെ ഈ റിസർച്ചിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ സൂചകമായിട്ടുള്ള ഒരു പല്ലി ഇതാണ്. എന്റെ വീട്ടിൽ വളരെയധികം സുലഭമായിട്ട് ഇതുണ്ട്. അപ്പം അതിനോടൊരു ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണ് ആ പല്ലി കരിയർ തുടങ്ങി വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു രസം എന്താന്ന് വെച്ചാല്, ഇവര് നമ്മുടെ മരത്തിന്റെ മുകളിൽ, അതായത് തെങ്ങിന്റെ മുകളിൽ മണ്ടരി പിടിച്ചിട്ടുള്ള തേങ്ങ ഉണ്ടാവും. അപ്പൊ അതിന്റെ മണ്ടരി വാദം അറിയാമെന്ന് വിചാരിക്കുന്നത്. മണ്ടരി പിടിച്ചിട്ടുള്ള തേങ്ങയില് അതിന്റെ മൊത്തി ഉണ്ടല്ലോ, തേങ്ങയുടെ ഇത് അതിനകത്തൊരു ചെറിയൊരു ക്രാക്ക് ഉണ്ടാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ക്രാക്കിനകത്താണ് ഇവര് മുട്ടയിടുന്നത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്തു. അപ്പം രസം എന്താന്ന് വെച്ചാല്, മണ്ടരി ഇന്ത്യയിൽ വന്നത് ലേറ്റ് 60s അപ്പം അതിനുശേഷം ഇവർ അഡാപ്റ്റ് ചെയ്തൊരു ഐഡിയ ആണ്
മണ്ടരിയുള്ള തേങ്ങയ്ക്കുള്ളിൽ മുട്ടയിടുക എന്നുള്ളത്. അപ്പം ഈ എഗ്ഗ് കഴിക്കുന്ന കുക്രി പോലത്തെ പാമ്പുകളോ അങ്ങനത്തെ പാമ്പുകളൊക്കെ ഇത് എടുക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ക്വിക്കായിട്ടാണ് ഈ സ്പീഷീസ് അഡാപ്റ്റ് ചെയ്തത്. ഒരു അവരുടെ എഗ് ലേയിങ് സ്പോട്ട് അല്ലെങ്കിൽ എഗ് ലേയിങ് മെക്കാനിസം അവരൊരു നൈസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു ഒരു 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 വലിയ എന്താ പറയാ വലിയ സിഗ്നലാണ് ഈ ഒരു ആനിമലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെ ക്വിക്കായിട്ട് എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സർവൈവബിലിറ്റി സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുന്നുള്ളതാണ്. ഇപ്പം ആസ് ഓഫ് നൗ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കേരളത്തില് ലിറ്റോറാലിസ് അല്ലെങ്കിൽ കോസ്റ്റൽ ഡേ ഗെക്കോ എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻ ഫ്യൂച്ചറിൽ ഇത് ഒരു 5-6 സ്പീഷീസ് ആവാം. 1-2 ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പുതിയ സ്പീഷീസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം ഈ റെപ്റ്റൈൽ എല്ലാ ടാക്സോണമി അറിയുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. എല്ലാ ടാക്സോണമിയിലും എസ്പെഷ്യലി റെപ്റ്റൈൽ ആംഫീബിയൻ ടാക്സോണമിയിൽ ഓവർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കും. അതായത് ഇരിക്കുന്ന സാധനത്തിന് പിന്നെയും മുറിച്ച് സ്പീഷീസ് ആക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിസ്കവറീസ് ഒക്കെ ഒരു കോഷൻ കൂടെ കാണണം എന്ന് പറയുന്നത്. എന്തായാലും നാട്ടിൻപുറങ്ങളിൽ മരത്തിൽ കാണുന്ന വളരെ ചെറിയ പല്ലിയാണ്. മരത്തിന്റെ ബാർക്കിന്റെ അടിയിൽ ട്വിന്നായിട്ട് ഒട്ടിച്ചു വെച്ച പോലെ മുട്ട കാണാൻ പറ്റും. അത് ഇവരുടേതാണ്, അല്ലെങ്കിൽ ഇവരുടെ ഗ്രൂപ്പാണ്. ഈ ഡേ ഗെക്കോ എന്ന് പറയുന്നത് ചെറിയ തരം ഡേ ഗെക്കോ ഉണ്ട്. മരത്തിൽ പകൽ കാണുന്ന ഡേ ഗെക്കോസ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഡേ ഗെക്കോസും എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പം അതിന്റെ ഒരു വലിയൊരു ഡൈവേഴ്സിറ്റി നമുക്കുണ്ട്. നിറയെ സ്പീഷീസുകൾ ഇതിനകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കുറെ. അപ്പം പിന്നെ ഉള്ളത് ഒരു ചെങ്ങോടുമല ഗെക്കോ എല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങോടുമല നിലപ്പല്ലി. അതായത് ഇതിന്റെ ഒരു ഭംഗിയോട് ഒരു ജസ്റ്റിഫൈ ചെയ്ത ഒരു പേര് മലയാളത്തിൽ ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്കും അറിയില്ല, ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ട് പറ്റാൻ. അപ്പൊ ഇത് കോഴിക്കോട് ജില്ലയിലെ ചെങ്ങോടുമലയിൽ 2020 കണ്ടെത്തിയിട്ടുള്ളൊരു പല്ലിയാണ്. അപ്പം നമ്മൾ ഈ ഒരു പല്ലീനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഇത് ഞങ്ങൾ കണ്ടാണല്ലോ, അത് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. വളരെ ശരിയാണ്. നമ്മൾ സയന്റിഫിക്കലി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സയന്റിഫിക്കലി അതിനെ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും, ആൾക്കാർക്ക് അറിയാം. പക്ഷേ അതൊരിക്കലും സയൻസിലേക്ക് വന്നിട്ടില്ല, അതൊരിക്കലും ഒഫീഷ്യലി റെക്കോർഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ സ്പീഷീസ് എന്ന് പറയുന്നത്. പുതിയ സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെന്നെങ്കിലും എടുത്തോണ്ട് വരുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന സംഭവമല്ല. ഇറ്റ്സ് ദെയർ, നമ്മൾ അതിനെ ഡിസ്കവർ ചെയ്യുന്നു, അതിനെ ഒഫീഷ്യലി നമ്മൾ കാറ്റലോഗ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ചെങ്ങോടുമല ഒരു മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഡിസ്കവറി വരുന്നത്. അതിന്റെ കഥ ഞാൻ അവസാനത്തേക്ക് പറയാം. ഈ പല്ലി കേരളത്തില് കണ്ണൂര്, കോഴിക്കോട് ആ കോസ്റ്റൽ ലൈൻസിൽ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. നൊക്ടേണൽ ആണ്, രാത്രിയാണ്, ഗ്രൗണ്ട് ഡ്വെല്ലിംഗ്, അതായത് നിലത്താണ് ഇവർ നടക്കുന്നത്. സാധാരണ രീതിയിൽ ആൾക്കാർ ഇത് വെനമസ് ആണ്, പോയിസണസ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് കേരളത്തില് ഒരു പല്ലിവർഗവും വിഷമുള്ളതായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇതിന്റെ പേരിൽ ഈ ആനിമലിന് ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. സോ ഗെക്കോ എല്ല എന്ന് പറയും. പറഞ്ഞ പോലെ അത്യാവശ്യം ലീഫ് ലിറ്ററൊക്കെ ഉള്ള സ്ഥലത്ത്, അത്യാവശ്യം ഇതൊക്കെ ഉള്ള സ്ഥലത്ത് വളരെ നന്നായിട്ട് കാണാൻ പറ്റും ചെങ്ങോടുമല പല്ലി. പിന്നെ നമുക്കുള്ളത് അരണകളാണ്. അരണകളും ഈ വളരെ ഡൈവേഴ്സ് ആയ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കൂടുതൽ പരിചയമുള്ള അരണ കീൽഡ് സ്കിങ്ക് എന്ന് പറയാ. കീൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ ഹെഡിന്റെ പടം നോക്കിയാൽ മനസ്സിലാവും, കാണാൻ പറ്റും, ഒരു കട്ടി വെള്ള വര പോലെ കാണാൻ. അതിനാണ് കീൽഡ് എന്ന് പറയുക. റഫ് ആയിരിക്കും സ്കിന്ന്, സ്കെയിൽസ്. അപ്പൊ അതാണ് കീൽഡ് ഗ്രാസ് സ്കിങ്ക്. അപ്പം അരണ കടിച്ചാൽ ഉടനെ മരണം എന്നൊക്കെ പറയുമല്ലോ, അപ്പം അരണ മറന്നു പോകുന്നു പറയും അല്ലെ. അപ്പൊ അരണയ്ക്ക് വിഷമില്ല. അതിനിപ്പം അരണ മറന്നൊന്നും പോകത്തില്ല, അരണ കടിക്കും. നമ്മൾ പിടിക്കുമ്പോ കടിയൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ എന്തെങ്കിലും സ്റ്റഡി പർപ്പസിനായിട്ടൊക്കെ പിടിക്കുമ്പോഴൊക്കെ കടിക്കൊക്കെ ചെയ്യും. പക്ഷെ വിഷം ഇല്ലാത്തൊരു ജീവിയാണ്. ആൾക്കാരുടെ ഇത് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ട്, ഇതിന് വിഷം ഉണ്ട് എന്നുള്ളത്. ഇല്ല, ഇതും ഈ പറഞ്ഞ പോലെ ഒരു സ്പീഷീസ് കോംപ്ലക്സ് ആണ്. നമ്മള്
ത്രൂ ഔട്ട് ഇന്ത്യ പല സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ട്. ഒരു നല്ലൊരു റിവിഷൻ സ്റ്റഡി വന്നു കഴിഞ്ഞാൽ ഇത് പല 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 പുതിയ പുതിയ സ്പീഷീസ് സ്പ്ലിറ്റുകളായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പറമ്പിലൊക്കെ മടലൊക്കെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഓലയോ അല്ലെങ്കിൽ ചപ്പൊക്കെ മാറുമ്പോൾ സപ്പിൾ സ്കിങ്ക് എന്ന് പറഞ്ഞിട്ട് റെഡ് ടെയിലുള്ള ഈ ലൈനൊക്കെ ഉള്ളൊരു വളരെ ചെറിയ സ്കിങ്ക് അരണ ഓടുന്ന കാണാം. പാമ്പരണ എന്നാ പറയാ. സപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം. അതായത് ഭയങ്കര സ്വിഫ്റ്റ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് സപ്പിൾ എന്ന് പറയുന്നത്. ഇത് ജുവനൈൽസിനാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണ് ഈ പറഞ്ഞ റെഡ് വാലുള്ളത്. അതൊരു ആന്റി പ്രെഡേറ്ററി മെക്കാനിസം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഓടുമ്പം ഈ പെട്ടെന്ന് പ്രെഡേറ്റർ കൺഫ്യൂസ്ഡ് ആവും. അഡൽട്ട് ആയി കഴിഞ്ഞാൽ ഇവരുടെ കളർ മാറും, കംപ്ലീറ്റ്ലി കളർ മാറിയിട്ട് റെഡ് ടെയിലങ്ങ് പോവും, എന്നിട്ട് കംപ്ലീറ്റ് ബ്രൗൺ ബോഡിയിലോട്ട് വരും. പാമ്പരണ എന്ന് പറയുന്നത് ബിക്കോസ് പാമ്പ് മൂവ് ചെയ്യും പോലെ മൂവ് ചെയ്യും. പിന്നെ ഉള്ളത് നമുക്ക് കാറ്റ് സ്കിങ്ക് ആണ്. കാറ്റ് സ്കിങ്ക് എന്ന് പറഞ്ഞാൽ പൂച്ച എങ്ങനെയാണോ നഖം റിട്രാക്ട് ചെയ്യുന്നത്, ഉള്ളോട്ട് വലിക്കുന്നത്, ഈ അരണകൾക്കും അതിനുള്ള കഴിവുണ്ട്. ഇത് നമ്മളുടെ ഒരു വിരലിന്റെ അത്രയും വലിപ്പമുള്ള അരണകളാണ്. ഒരു വളരെ 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 ചെറുതാണ്. നമ്മൾ സാധാരണ അതിനെ സ്റ്റഡി പർപ്പസിന് വേണ്ടി പിടിക്കുന്നത് ബീഫ് ലിറ്റർ ചകഞ്ഞ് നോക്കിയിട്ടാണ്, മാന്തി നോക്കിയിട്ടോ അല്ലെങ്കിൽ മരം മറച്ചിട്ട്, മീൻസ് റോട്ടൻ മരം മറച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. വളരെ വെസ്റ്റേൺസിൽ 4 സ്പീഷീസ് ആണ് ഉള്ളത്. ഈ ഒരു സ്പീഷീസ് ആണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ബ്രീഡിംഗ് ഉള്ള സമയത്താണ് ഈ ഒരു കളർ, മെയിലിന്റെ ആണ് ആ കളർ കാണുന്നത്. ബ്രീഡിംഗ് കളറാണ് മെയിലിന്റെ. ഫുള്ളി ഗ്രോൺ അഡൽട്ട് മെയിൽസ് ആണ് മുകളിലിരിക്കുന്ന പടങ്ങൾ, താഴത്തത് ഫീമെയിൽസും ആണ്. എന്റെ ഒരു സുഹൃത്ത് ഇതിനകത്ത് ഇപ്പൊ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളുടെ കണക്ക് പ്രകാരം, അയാളുടെ ഇനിഷ്യൽ ഇൻപുട്ട് പ്രകാരം 4 മിനിമം ഒരു 7 ആവുന്നുള്ള പുതിയ സ്പീഷീസും കൂടി ഉണ്ട്, ഇൻക്ലൂഡിങ് വൺ ഫ്രം വയനാട്. അപ്പൊ വളരെ രസമുള്ള ഒരു ഗ്രൂപ്പാണ് പൂച്ചയരണ. ബിക്കോസ് എന്താ അതിന്റെ നഖം റിട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെ വർഗ്ഗങ്ങളൊന്നും. ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, ഒരു 3-4 വർഷം മുമ്പേ ഞാൻ ഈ കുമരകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെന്റെ ഒരു വളരെ ഫേവറേറ്റ് ഗ്രൂപ്പ് ഓഫ് അരണകളാണ്. അപ്പം കുമരകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ മാറ്റി നോക്കുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിൽ എൻഡമിക് ആയിട്ടുള്ള പൂച്ചയരണയല്ല, ഇത് വേറെ ഏതോ സ്പീഷീസ് ആണ്, ചിലപ്പോൾ പുതിയതാവാം. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മുടെ സ്പെസിമെനെ കളക്ട് ചെയ്തു, അതിന്റെ എന്താ പറയുക പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ഇതിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇന്ത്യൻ സാധനമല്ല, ഇത് ഇന്ത്യൻ ലിസർഡ് അല്ല. ശ്രീലങ്കയിൽ മാത്രം കാണുന്ന ഒരു ഗ്രൂപ്പാണ് ലങ്ക സിംഗേഴ്സ് എന്ന് പറയുന്ന പല്ലി പൂച്ചയരണയുടെ അതേ ഗ്രൂപ്പ്. പക്ഷെ അവർ ശ്രീലങ്കയിൽ മാത്രമേ ഉള്ളൂ, ശ്രീലങ്കയിൽ കൺഫൈൻഡ് ആണ്. അതായത് റിസ്റ്റല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇന്ത്യയിൽ കൺഫൈൻഡ് ആണ്, ലങ്ക സിംഗേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ശ്രീലങ്കയിൽ കൺഫൈൻഡ് ആണ്. അപ്പൊ രണ്ട് സ്ഥലത്ത് എൻഡമിക് ആണ്. പക്ഷെ ഇതിനെയാണ് നമ്മൾ കോസ്റ്റൽ ആയിട്ടുള്ള ആലപ്പുഴ കോസ്റ്റ് ലൈൻസ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു എന്തായാലും സംഭവിക്കുന്നതെന്ന്. അപ്പം അതിന്റെ സ്റ്റഡി വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ശ്രീലങ്കയിൽ കാണുന്ന ലങ്ക സിംഗസ് പല്ലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള ലങ്കൻ പൂച്ചയരണയാണ്. ഇത് എങ്ങനെ കുമരകത്ത് വന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹ്യൂമൻ മീഡിയേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതാണ് നമ്മളുടെ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലായത്. ആ സ്റ്റഡി ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായി, അത് മുഴുവനല്ല. ശരിക്കും നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. രസം എന്താന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ ഇതിന്റെ ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായി പോസ്റ്റ് കോസ്റ്റൽ ലൈൻസിൽ ട്രിവാൻഡ്രം വരെ ഇവരുണ്ട്. ആസ് ഓഫ് നൗ നമ്മൾ വിചാരിക്കുന്നത് ഹ്യൂമൻ മീഡിയേറ്റ് ഡിസ്പേഴ്സൽ ആണ്, അതായത് ഹ്യൂമൻ കൊണ്ടുവന്ന് ആക്സിഡന്റൽ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷെ അതും കൺക്ലൂസീവ് ആയിട്ട് നമ്മൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് ഇപ്പോഴും അത് വെച്ചിട്ടുള്ളത് ഈ ലങ്കൻ പൂച്ചയരണയെ സംബന്ധിച്ചിടത്തോളം. അപ്പം രസം എന്താന്ന് വെച്ചാല് ഈ അടുത്ത IUCN ഇത് അസസ്മെന്റ് വന്ന സമയത്ത് ഈ സ്പീഷീസ് ഇൻവെസീവ് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പം ഒരു എക്സ്പെർട്ട് പറഞ്ഞത് ഇത് ചിലപ്പോൾ ഇൻവെസീവ് ആവാം. ഇൻവെസീവ് എന്നുള്ളൊരു ഡെഫിനിഷനിൽ എന്തൊക്കെയാണ്, അതായത് നമ്മളുടെ നാട്ടിലുള്ള ബയോഡൈവേഴ്സിറ്റി നശിപ്പിക്കുന്ന ഒരു സാധനമായി മാറാം. പക്ഷെ എന്റെ ഒരു
പേഴ്സണൽ ഒപ്പീനിയൻ ആ രീതിയിലേക്കൊന്നും ഈ ലങ്കൻ പൂച്ചയാറിനെ പിന്നെ ഉള്ളതാണ് ഈ ലിറ്ററസ് സ്കിങ്ക്. അതായത് വളരെ സ്പീഡിൽ ഓടുന്ന, വളരെയധികം വേഗത്തിൽ ഓടുന്ന ലിറ്ററസ് സ്കിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതും വെസ്റ്റേൺ ഘാറ്റ്സിൽ മാത്രമാണ് ഉള്ളത്. എൻഡമിക് ആണ്. കളറാണ് പിന്നെ മറ്റ് ഇതിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു ഗോൾഡൻ ബോർഡർ ഉള്ള വളരെ തിക്ക് ആയിട്ടുള്ള ബ്ലാക്ക് പാറ്റേൺ ഓൺ ദ സൈഡ് പ്ലസ് റെഡ് ഡിസ്റ്റിങ്. സോ ഇത് ഈ അടുത്ത് വയനാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സംഭവം അല്ല. അപ്പൊ ഞാൻ ഈ അടുത്ത് ലക്കിടിയിലുള്ള, കുറച്ചു കാലം മുമ്പേ ലക്കിടിയിലുള്ള ഒരു നഴ്സറി സന്ദർശിച്ചപ്പോ ആ നഴ്സറിയിൽ മാത്രം നിറയെ ഇൻഡിവിജ്വൽസ് ഓടി നടക്കുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചുപേര് പോയി പിന്നെയും നോക്കിയപ്പം ആ നഴ്സറിയിൽ മാത്രമേ ഉള്ളൂ. ഇതിനർത്ഥം ആ നഴ്സറിയിൽ, അതായത് പ്ലാന്റ് നഴ്സറിയാണ്, അത് ലക്കിടിയിലുള്ള പ്ലാൻ നഴ്സറിയാണ്. അപ്പൊ പ്ലാൻ നഴ്സറിയിൽ വന്നിട്ടുള്ള പ്ലാന്റിന്റെ കൂട്ടത്തിൽ ഇതിന്റെ മുട്ടയോ അങ്ങനെ എന്തോ വന്നിട്ടാണ് ഈ സാധനം അവിടെ മാത്രം പെറ്റി വരിയിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഭയങ്കര അഡാപ്റ്റ് ചെയ്യുന്ന ആനിമൽസ് ആണ്. ഇത് പശ്ചിമഘട്ടത്തിൽ വളരെ കുറച്ച് റെക്കോർഡുള്ള ഒരു ാണ് ഡാസിയ എന്ന് പറയും. ട്രീ സ്കിങ്ക് ആണ്, അത് മരത്തിലാണ് കാണുന്നത്. ഇത് വിരലിൽ എണ്ണാവുന്ന റെക്കോർഡ് മാത്രമേ പശ്ചിമഘട്ടത്തിലുള്ളൂ. ഞാൻ എന്തുകൊണ്ട് അത് വെച്ചതെന്ന് വെച്ചാൽ, എനിക്കറിയാം പൈതൽ മല, കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർ ഈ പൈതൽ മലയിൽ റെക്കോർഡ്. ഒരു പക്ഷേ നമുക്ക് നിലവിലുള്ള ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫ്സ് ഇത് മാത്രമാണ് ഈ സ്പീഷീസിന്റെ. ഈ അടുത്ത് 1-2 റെക്കോർഡ്സ് കിട്ടുന്നുണ്ട്. ഇത് വയനാട്ടിൽ നിന്നാണ്. അത്യപൂർവമാണിത്. നമ്മൾ ഏജൻസി പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് പൈതൽ മലയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മരത്തിലോട്ടൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പൈതൽ മലയിൽ നിന്ന് ഡോക്ടർ ജാഫർ സാർ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെമിലിയൻസ്, അതായത് മരയോന്ത് എന്ന് പറയുന്നത്. നമുക്ക് ആകെ ഒരൊറ്റ സ്പീഷീസ് മരയോന്ത് മാത്രമേ കേരളത്തിലുള്ളൂ. അത് ഇതാണ് ഇന്ത്യൻ കെമിലിയൻ. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതാണ് ഏറ്റവും നന്നായിട്ട് കളർ മാറുന്നത്. ഇതാണ് ട്രൂ ആയിട്ടുള്ള കെമിലിയൻസ് ആണ്. നമുക്ക് ട്രൂ കെമിലിയൻസ് എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐസ്, കേൾഡ് ആയിട്ടുള്ള ടെയില്, അതാണ് ഇതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ. പിന്നെ ഈ ഫിംഗർ ഇങ്ങനെ ഡിജിറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ട്, അതായത് മരത്തിൽ നടക്കാൻ ഉള്ള ഒരു ഡിജിറ്റ്സ് ആണ് ഇതിനുള്ളത്, ഫിംഗേഴ്സ് ആണ് ഇതിനുള്ളത്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായി കാണുന്നത്. ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം പെറ്റ് ട്രേഡിന് വേണ്ടിയിട്ട്, ആൾക്കാർ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ പിടിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ കാണുന്ന സ്ഥലങ്ങൾ എനിക്കറിയില്ല. പാലക്കാടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത്ര നല്ല കോമൺ അല്ല. കുറച്ചുകൂടി നല്ല ഡ്രയർ സോൺസ് വേണം ഇവർക്ക്. പിന്നെ ഈ ഫാമിലി, പിന്നെയുള്ള ഫാമിലിയാണ് ലാസറ്റിഡെ ഗ്രാസ് കിങ്ക് എന്നൊക്കെ പറയും, ഗ്ലാസ് ലിസേർഡ് എന്ന് പറയും. 2 സ്പീഷീസ് മാത്രമേ കേരളത്തിലുള്ളൂ. അതില് ഒന്ന് ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡിലാണ്. ഈ രണ്ട് സ്പീഷീസ് ഉള്ളൂ, അപൂർവമായിട്ട് കാണാൻ സാധ്യതയുള്ളൂ. ഈ ബെഡോമിന്റെ മണലരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുല്ലരണ എന്ന് പറയുന്നത്, ബ്രഹ്മഗിരിയുടെ ഗ്രാസ് ലാൻഡിൽ ഹയർ എലിവേഷൻ 1400 മീറ്ററിന് മുകളിലുള്ള ഗ്രാസ് ലാൻഡിൽ മാത്രമാണ് ഈ ബെഡോമിന്റെ മണലരണ കാണുന്നത്. ലെഷ്നോൾട്ടി എന്നുള്ളത്, ലെഷ്നോൾട്ടിന്റെ മണലരണ എന്ന് പറയുന്നത് കാസർഗോഡ് ഒക്കെ പോലത്തെ സ്ഥലങ്ങളിൽ, കണ്ണൂരിന്റെ ഡ്രയർ സോൺസിലൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. റോക്കി ഔട്ട് ക്രോപ്സിലും ഈ കുറച്ചുകൂടി വരണ്ട സ്ഥലങ്ങളിലൊക്കെ കാണുന്നതായിരിക്കും. വളരെ വേഗതയിൽ പോകുന്ന ഒരു അരണവർഗത്തിൽപ്പെട്ട ജീവിയാണിത്. നല്ല സ്പീഡിൽ ഓടുന്ന അരണവർഗത്തിൽപ്പെട്ട ജീവിയാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ അധികം പഠിച്ചിട്ടില്ല, കാരണം നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും ഈ സ്പീഷീസ് ഇല്ല. നമുക്ക് ആകെ 2 സ്പീഷീസ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന അവസാനത്തത് മോണിറ്റർ ലിസേർഡ്, ഒരൊറ്റ സ്പീഷീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പൊന്നുടുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉടുമ്പിന്റെ പേര് പറയും. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ആകെ ഒരേ ഒരു ഉടുമ്പ് വർഗം മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ മോണിറ്റർ ലിസേർഡ് അല്ലെങ്കിൽ ബംഗാൾ മോണിറ്റർ ലിസേർഡ് എന്നുള്ള ഒറ്റ സ്പീഷീസ് ആണ്. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ചിത്രങ്ങൾ നമ്മൾ പൊന്നുടുമ്പ് എന്ന് വിളിക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളായിരിക്കും ഇങ്ങനെ നല്ല പാറ്റേൺസ് ഉണ്ടാവും. അഡൽട്ട് ആയി കഴിഞ്ഞാൽ താഴെ കാണുന്ന ബ്രൗൺ പാറ്റേൺസ് ഉണ്ടാവുന്നത്. അപ്പം ഇതിന്റെ വായില്, ഇതിന്റെ ഉമിനീരില് ചെറിയ ബാക്ടീരിയകളൊക്കെ ഉണ്ട്. അത് ടോക്സിസിറ്റിക്ക്, കടിച്ചാൽ ടോക്സിസിറ്റിക്ക് കാരണമാവുന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അതല്ലാതെ വേറൊരു തരത്തിലും ഇത് നമ്മളെ ബാധിക്കുന്നില്ല. പണ്ട് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർ മീറ്റിന് വേണ്ടിയിട്ടും ലെതറിന് വേണ്ടിയിട്ടും ഒക്കെ ഹണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അഗെയിൻ ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ് ഇന്ത്യയിൽ. നമുക്ക് കേരളത്തിൽ ഈ ബംഗാൾ മോണിറ്റർ ലിസേർഡ് അല്ലെങ്കിൽ
ഈ ഒരൊറ്റ സ്പീഷീസ് മാത്രമേ ഉള്ളൂ. പൊന്നുടുമ്പ് എന്ന് പറഞ്ഞാലും മണ്ണുടുമ്പ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് കേരളത്തിലായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പല്ലിവർഗത്തില് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്, അതായിരുന്നു ഫോക്കസ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാ ഈ പല്ലിയിലേക്ക് പഠിക്കുന്നതെന്ന്. ഒന്ന്, യെസ്, ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. സാധാരണ രീതിയിൽ എന്തിനാ പല്ലിയെ പഠിക്കുന്നത് ചോദിച്ചാല് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉത്തരം ഇതാണ്. ഈ രണ്ട് പല്ലികള്, അതായത് സിർട്ടോഡാക്ടൈലസ് ചെങ്ങോടുമല ഗക്കോ അല്ല, ചെങ്ങോടുമല നിമാസ്റ്റസ്, ചെങ്ങോടുമല ഡേ ഗക്കോ അല്ലെങ്കിൽ ചെങ്ങോടുമല ഡ്വാഫ് ഗക്കോ, ഈ രണ്ട് സ്പീഷീസുകളുടെ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെങ്ങോടുമലയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഈ ചെങ്ങോടുമലയില് അതൊരു വലിയ ഒരു നാടിന്റെ മൊത്തം ഇക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഹില്ലാണ്. കോഴിക്കോട് ജില്ലയിലെ കൂട്ടാലിട എന്നുള്ള സ്ഥലത്തിനടുത്താണ് ചെങ്ങോടുമല. അപ്പം നമ്മുടെ NN കക്കാടിന്റെ കവിതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മലയെ പറ്റി. എന്തായാലും അപ്പം അവിടെ ഒരു കോറിയിങ് ടീം വരുന്നു, അവർ ആ മല മൊത്തം മേടിക്കുന്നു. അപ്പം നാട്ടുകാരതിന് പ്രൊട്ടസ്റ്റിംഗ് തുടങ്ങുന്നു. അപ്പൊ ഈ പ്രൊട്ടസ്റ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്തു, ഒരു ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റ് വെച്ചു. ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട സാധനങ്ങൾ ഉണ്ടോ, ഇല്ലെങ്കിൽ മൈനിങ് കൊടുക്കാൻ പറ്റുമോ. അപ്പം ആദ്യം വന്ന 3 കമ്മിറ്റികളും, അതായത് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള 3 കമ്മിറ്റികളും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് മൈൻ ചെയ്യാം. ഗ്രീൻ ഫ്ലാഗ് കൊടുത്തു മൈനിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്തത്. നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ഈ 2 സ്പീഷീസ് പല്ലികളെ അങ്ങ് അവിടുന്ന് ഒഫീഷ്യലി ഡിസ്ക്രൈബ് ചെയ്തു. ഈ 2 സ്പീഷീസും ഇന്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. 2 സ്പീഷീസിനും ആ ചെങ്ങോട് മലയുടെ പേര് കൊടുത്തു. ഇത് രണ്ട് കാലയളവിലാണ് നടത്തുന്നത്. അങ്ങനെ ഈ പേപ്പേഴ്സും ഡോക്യുമെന്റ്സും ഒക്കെയാണ് പിന്നീട് കോടതിയിൽ പോകുന്നത്, അതായത് കോടതിയുടെ വ്യവഹാരത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കോടതിക്ക് മനസ്സിലായി അതുവരെ നടന്നിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റ് മുഴുവൻ കെട്ടിച്ചമച്ചതായിരുന്നു, അല്ലെങ്കിൽ ബ്രൈബ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചൊരു എന്താ പറയാ സുതാര്യമല്ല എന്നുള്ളൊരു സംഭവം കോടതിക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു കേസിൽ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി അസസ്മെന്റിൽ ഈ 2 പല്ലികളുടെ പേപ്പേഴ്സും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കോടതി അത് കണക്കിലെടുത്തു. അത് മാത്രമല്ല വേറെയും പല ഫാക്ടറും ഉണ്ട്. ഇത് ഒരു ഫാക്ടറാണ് അതിനകത്ത്. കോടതി അത് കണക്കിലെടുത്തു. ഇപ്പം അവിടെ മൈനിങ് നടക്കുന്നില്ല. ഇപ്പോഴുള്ള പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്, പക്ഷേ മൈനിങ് ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും തമാശക്കാണെങ്കിലും പറയും, നാട്ടുകാർ നമ്മുടെ വീട്ടിലൊക്കെ ചുമ്മാ തമാശക്ക് പറയും, നമ്മുടെ ആ മല നിൽക്കുന്നത് ഈ 2 പല്ലികളുടെ വാലി തൂങ്ങിയെന്ന് പറയും. സോ അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പല്ലികളെ പഠിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല്ലികൾ പലതും പ്രൊട്ടക്റ്റഡ് ഏരിയാസിലല്ല. അപ്പം എന്തുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് പുറത്തുനിന്നുള്ള ഡിസ്കവറീസ് നമ്മൾ ചെയ്യണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് ഈ 2 പല്ലികൾ. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പഠിക്കണം എന്ന് പറയുന്നത്. ഒരു 2 പല്ലി വിചാരിച്ച ഒരു മലേനെ താങ്ങി നിർത്താൻ പറ്റും എന്നുള്ള തലത്തിലേക്കാണ് ഇത് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് വേറെ ഫാക്ടേഴ്സുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പം ഇത്രയാണ് എനിക്ക് ഇതിലൂടെ കൺവേ ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മനസ്സിലാവുന്ന കുറച്ച് പല്ലികളും എന്തിന് പല്ലികളെ സംരക്ഷിക്കണം എന്നുള്ള ഒരേ ഒരു കഥയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DMസോ അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു ഉമേഷ്. ഉമേഷ് സാറെ കോണ്ടാക്ട് ഒന്ന് ഷെയർ ചെയ്യണേ. യെസ് കോണ്ടാക്ട് മെസ്സേജ് ഇട്ടാ പോരെ. മതി. അപ്പൊ നമുക്ക് പല്ലികളെ കുറിച്ച് വളരെ നമുക്കറിയാം, ഈ പറയുന്ന രീതിയിൽ പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള, അതുപോലെ തന്നെ പറയുന്ന ചെങ്കോട്ടുമലയെ എന്ന വളരെ ഡൈവേഴ്സായ പാരിസ്ഥിതികമായി ഒട്ടേറെ മൂല്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ ഈ പറഞ്ഞ പോലുള്ള ചെങ്കോട്ടുമലയുടെ പേരിൽ തന്നെയുള്ള 2 പല്ലികൾ കാരണമായി എന്നുള്ളതും ഈ രംഗത്ത് ഉമേഷിന്റെയും കൂട്ടരുടെയും ഒരു സംഭാവനയായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചില ചില സിംബോളിക് ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് 1992-93 കാലത്ത് കർണാടകത്തിലുള്ള KP പൂർണ്ണചന്ദ്ര തേജസ്വി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, എഴുത്തുകാരന്റെ ഒരു നോവൽ വന്നിട്ടുണ്ടായിരുന്നു, കർവാലോ എന്ന് പറഞ്ഞത്. ഒരു ശാസ്ത്ര സംഘം സാധാരണക്കാരായ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഈ ഇത്തരം പണിയെടുക്കുന്ന ആളുകൾ
ആളുകൾ ഒന്നിച്ചിട്ട് ഒരു ഫീൽഡ് ട്രിപ്പിന് പോവുകയാണ്. ഒരു ഈ പറയുന്ന പറക്കുന്ന പല്ലിയെ തേടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡ്രാക്കോ ഡിസ്യൂമറി എന്ന പല്ലിയെ തേടിയിട്ട്, ഒരുപക്ഷെ സ്വത്വം തേടിയുള്ള ഒരു യാത്ര എന്നും അതിനെ വ്യാഖ്യാനിക്കും. അതാണ് ഈ ഡ്രാക്കോയെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇനി നമുക്ക് ഒരു മണിക്കൂറോളം, ഒരു 12 മിനിറ്റ് മാത്രമേ ഇന്ററാക്ഷനുള്ള സമയമാണ്. കൂടുതൽ ഡിസ്കഷൻ നമുക്ക് മെസ്സഞ്ചറിൽ അയച്ചു കഴിഞ്ഞാൽ ഉമേഷിന്റെ സമയത്തിനനുസരിച്ച് മറുപടി നൽകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇന്ററാക്ഷനുള്ള സമയം. ഉമേഷ് സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗംഭീര പ്രസന്റേഷൻ ആയിരുന്നു സർ. ഒരു ഒബ്സർവേഷൻ ആണ് സർ. ഈ റോക്ക് ഗാമാസ് നമുക്ക് കേരളത്തിൽ കുറവാണോ? എന്തോ? നമ്മളെപ്പോഴും അറിവുള്ളവരെ അങ്ങനെ വിളിച്ച് ശീലിച്ചിട്ടുള്ളതാണ് സർ. അല്ല ഉമേഷ്, അപ്പൊ നമ്മള് ഈ റോക്ക് ഗാമാസ് കേരളത്തിൽ കുറവാണോ? കേൾക്കാൻ പറ്റുന്നില്ല. കുറവാണെന്നാണോ ചോദ്യം? ഈ അതെ 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 അതെ. നമ്മള് ബാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ പോകുമ്പോ എപ്പോഴും കാണാറുണ്ട്. വേറെ കേരളത്തിൽ അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ല. ഈ റോക്കഗാമയ്ക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള റോക്കി ഔട്ട്ക്രോപ്സ് ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്. കേരളത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ മുഴുവൻ റോക്കി ഔട്ട്ക്രോപ്സ് ഉള്ള സ്ഥലങ്ങളിൽ മുഴുവൻ അവരുണ്ട്. പക്ഷേ ബാംഗ്ലൂരിലൊക്കെ നമ്മൾ ബാംഗ്ലൂരിന്റെ ആ ഡ്രയർ സോണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം കുറവാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത് തോന്നുന്നു. ആ ഭാഗത്ത് നിന്ന് കുറെ ഡിഫറെന്റ് സ്പീഷീസുകളുടെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നുവരെ ഒരെണ്ണത്തിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. റോക്കഗാമ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സ്പീഷീസ് മാത്രമേ ഉള്ളൂ. റോക്കഗാമ ബാംഗ്ലൂരിൽ വേറെയും കണ്ടു കാണും. പക്ഷെ റോക്കഗാമ 2 സ്പീഷീസേ ഉള്ളൂ. അതില് സദേൺ റോക്കഗാമ, സൗത്ത് ഇന്ത്യൻ റോക്കഗാമ എന്ന് പറയുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ കാണുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു സ്പീഷീസ് കോംപ്ലക്സ് ആണ് നമ്മൾ പറയുക. അതായത് ചിലപ്പോൾ കളറും രൂപങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിലൊക്കെ കാര്യമായിട്ടുള്ള സ്റ്റഡി നടന്നിട്ടില്ല. സ്റ്റഡി നടന്നാൽ ഈ പറഞ്ഞ പോലെ കുറെ സ്പീഷീസുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. എയർകാർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അഗാമയുടെ നല്ല ഭംഗിയുള്ള അഗാമേനൊക്കെ എയർകാർഡ് കണ്ടിട്ടുണ്ട്. യെസ് ബ്രീഡിംഗ് ആകുമ്പോൾ നല്ല ഭംഗി വരും. അതെ അതെ അതെ. ഒരു നല്ലൊരു ഓറഞ്ച് യെല്ലോ കളറിലൊക്കെ ഉള്ള അഗാമയുടെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ 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 യെസ് കറക്റ്റ് ആണ്. യെല്ലോ വരും, ഓറഞ്ചും വരും. അത് ബ്രീഡിംഗ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫീമെയിലിനെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ടെക്നിക്. യെസ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഉമേഷിനെ റീച്ച് ഔട്ട് ചെയ്യാമല്ലോ അല്ലെ നമുക്ക്? എനി ടൈം, തീർച്ചയായിട്ടും. ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്യാം. യെസ്. താങ്ക് യു സോ മച്ച്. ഉമേഷ് കേൾക്കുന്നുണ്ടോ? അനുജ് പറയും. ഹലോ, ഉമേഷ് സാർ. സാർ, ഞാൻ എന്റെ പേര് അനൂജ് എന്നാണ്. ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, തിരുവനന്തപുരത്ത്. ഞാൻ ഇത് ചോദിക്കാൻ, എനിക്കൊരു ഈ നെമാസ്പിസിന്റെ കഥ പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പെട്ടെന്ന് എന്തോ ഒരു ഈ നമ്മുടെ ഈ മണ്ടരി ബാധിച്ച തേങ്ങയില് വന്ന് മുട്ടയിടുന്നൊക്കെ ഒരു ഇൻസിഡന്റ് പറഞ്ഞല്ലോ. ഐ മീൻ, അത് നോട്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതെ. അപ്പൊ നമുക്ക് ഈ തെങ്ങിന് ഈ മണ്ടരി ബാധിച്ച മാതിരി ക്രാക്ക് വരുന്ന സിംറ്റം കിട്ടുന്നത്, മണ്ടരി അല്ലാണ്ട് നമുക്ക് നട്ട് ക്രിംഗ്ലർ എന്ന് പറഞ്ഞ വേറൊരു ചെറിയൊരു ചാഴിയുണ്ട്. അത് കുത്തിയാലും നമുക്ക് അതേമാതിരി വരും. ഈ ഒരു ചെറിയൊരു അപ്പം അതിനെ ഒരുപക്ഷെ അത് ഈ നെമാസ്പിപ്സ്, അതിന്റെ കുഞ്ഞുങ്ങളെ, അതിന്റെ നിംസിനെയൊക്കെ നെമാസ്പിപ്സിനെ കഴിക്കാൻ പാകത്തിനുള്ള സൈസിലുള്ള സാധനം ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ അതെനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഒരു ഇതാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം മേ ബി നെക്സ്റ്റ് ടൈം അപ്പം എങ്ങനെയാണ് എനിക്കും ഉറപ്പില്ല. ഞാനൊരു അസംഷൻ പറഞ്ഞേ ഉള്ളൂ. ഇത് നമുക്കിത് എങ്ങനെയാണ് കാണുന്നത്? താഴെ വീഴുന്ന തെങ്ങിയോ? അതെ, താഴെ വീഴുന്ന സാധാരണ അല്ല, നമ്മൾ സാധാരണ രീതിയിൽ തേങ്ങ ഇടുമല്ലോ, തേങ്ങ പറിക്കുമല്ലോ. അങ്ങനെ ഇടുന്ന തേങ്ങയിലാണ് കണ്ടിട്ടുള്ളത് താഴെ വീഴുന്ന തേങ്ങ. അങ്ങനെയാ കണ്ടിട്ടുള്ളത്. അതിന്റെ അകത്ത് ഒരുപക്ഷെ ഇതുണ്ടാവുമല്ലോ. എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് പറയുന്നത്. എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലായത്.
അപ്പം നമാസ് പിപ്സ് തെങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് വേറെ ഏതെങ്കിലും പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു ചിലപ്പോൾ ഉണ്ടാവാം, നമ്മൾ അറിയാത്തൊരു ബയോ കൺട്രോൾ അവിടെ നടക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ ആ നിഷ് സെലക്ട് ചെയ്യാൻ പറഞ്ഞ സ്നേക്സിൽ നിന്ന് അതെ അതെ മേ ബി അതൊരു പുതിയ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. വെരി നൈസ്. അതെ 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 അതെ, അനുജിന്റെ ഒബ്സർവേഷൻ നല്ല ഒരു സംഗതിയാണ്. എന്തായാലും അതൊരു സ്പെസിഫിക് നീഷാണ് അനുജ്, ഞാൻ നോക്കാം. അതെ, I got it. Thank you. Very interesting. Sure, Thank you. Thank you. സാർ ഹലോ. ജോമി സാർ പറയൂ. ഓക്കെ സാർ, ഈ കേരളത്തിൽ ലെഗ്ലെസ് ലിസേർഡ്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ കേരള ഫോറസ്റ്റുകളില്? എന്റെ അറിവിലില്ല. ആ ഒരു ഫാമിലി ലെഗ്ലെസ് കേരളത്തിൽ കണ്ടിട്ടില്ല ഇതുവരെ. ഇത്രയും എക്സ്റ്റൻസീവ് ആയിട്ട് കേരളത്തിൽ സ്റ്റഡി നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഷീൽഡ് ടെയിൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഫീൽഡിലൊന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ഇല്ല. ലെഗ്ലെസ് ലിസേർഡ്സിന്റെ ഹാബിറ്റാറ്റ് ഇപ്പൊ എങ്ങനെയായിരിക്കും? ഇവിടെ അതിന് മാച്ച് ആയിട്ടുള്ളതുണ്ടോ? ഇവിടെ അതിന് മാച്ച് ആയിട്ട് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം തന്നെയാണ് അത് ഉള്ളത്. പക്ഷേ എനിക്കറിയില്ല കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ എന്തായാലും നമുക്ക് ഇല്ല, സംഭവം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. സാർ, അതുപോലെ ഈ ആംഫിബിയൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ലിസേർഡ്സിനുള്ള ഈ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, അതായത് ഇപ്പം ഒരു എക്കോസിസ്റ്റം ഡാമേജ് ആകുമ്പോൾ ആദ്യം അറിയുന്നത് ആംഫിബിയൻസ് ആണെന്നുള്ള പറയുന്നത്. അപ്പൊ ലിസേർഡ്സിന് അതുപോലത്തെ അത് എത്രത്തോളം ഉണ്ട്? ഓക്കെ, സോ ലിസേർഡ്സ് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊരു ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ സാലിയ എന്ന് പറഞ്ഞിട്ടുള്ള നീലഗിരി ഫോറസ്റ്റ് ലിസേർഡ് ഫോറസ്റ്റിനകത്ത് കാണുന്ന ലിസേർഡാണ് ആക്ച്വലി. അത് ആനമലൈസിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഊട്ടിയിലും ആനമലൈസിലൊക്കെ ഡെവലപ്മെന്റ് വന്നപ്പോൾ ഈ ലിസേർഡ്സ് അതിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അവര് കുറച്ചുകൂടി അഡാപ്റ്റ് ആണ് കമ്പയർഡ് ടു ഫ്രോഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാർ, അതുപോലെ ഇവിടെ ഈ ഇൻസെക്ടിനെ മാത്രം അല്ലാണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മാമൽസ് അവര് ഹ്യൂമൻ കൊമേഴ്സിലായിട്ട് പോകുന്നുണ്ട്. ആൾക്കാരുണ്ടാക്കിയ ബിൽഡിങ്സ്, ആൾക്കാരുണ്ടാക്കിയ സ്ട്രക്ചേഴ്സിലേക്കൊക്കെ. ഓക്കെ സാർ. അതുപോലെ ഈ ഇൻസെക്ട് അല്ലാതെ ബേർഡ്സ്, മാമൽസിനെ വല്ലതും കഴിക്കുന്ന മോണിറ്റർ അല്ലാത്ത ലിസേർഡ്സ് വല്ലതും ഉണ്ടോ? ക്വസ്റ്റ്യൻ കേട്ടില്ല, സോറി. അല്ലെ, ഈ ഇൻസെക്ടിവോറസ് അല്ലാതെ ഈ ബേർഡ്സിനെയോ മാമൽസിനെ കഴിക്കുന്ന മോണിറ്റർ അല്ലാത്ത ലിസേർഡ്സ് വല്ലതും കേരളത്തിൽ? ബേർഡ്സിനെ അല്ലാണ്ട് കഴിക്കുന്നത്, മോണിറ്റർ അല്ല, വേറെ ആനിമൽ കഴിക്കുന്നത് എന്റെ അറിവിൽ ഇല്ല. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നമ്മുടെ ഓന്ത് ഉണ്ടല്ലോ, നമ്മുടെ ഈ സാധാരണ നാട്ടിൽ കാണുന്ന ഓന്ത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഓന്ത്, ഈ ഓന്ത് പ്ലാന്റ് മെറ്റീരിയൽസ് കഴിക്കും, അതായത് നെക്ടർ കുടിക്കും. പൂവ് കഴിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ടീയുടെ ഫ്ലവർ, ചായയുടെ പൂവ് ഉണ്ടല്ലോ, ചായച്ചെടിയുടെ പൂവ്, ടീ ഫ്ലവർ, അത് കഴിക്കുന്നതും അതിൽ നിന്ന് നെക്ടർ കുടിക്കുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുണ്ടെന്നറിയാം. അല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല. സാർ, അതുപോലെ ഈ ലിസേർഡ്സിന്റെ എഗ് എന്ന് പറഞ്ഞ ഈ സ്നേക്കിന്റെ എഗ് പോലെ ഈ ചുളുങ്ങിയിരിക്കുന്ന ടൈപ്പാണോ അതോ റിജിഡ് ആയിട്ടുള്ള ആണോ? ഓക്കെ, സോ സ്നേക്സിന്റെ ലിസേർഡ്സിന്റെ എഗ് രണ്ട് രീതി പറയാം. അപ്പൊ പല്ലികളുടെ മുട്ടയാണെങ്കിൽ നല്ല സോളിഡ് ആയിട്ട്, നമ്മുടെ കോഴിമുട്ടയുടെ ഒക്കെ പോലെ ഉള്ള സോളിഡ് ആയിട്ട് ബ്രേക്ക് ആവുന്ന ഷെല്ലാണ്. നല്ല കാൽസിഫൈസ് ആയിട്ടുള്ള ഇതാണ് പല്ലിയുടെ മുട്ട, പൊട്ടിപ്പോകും പെട്ടെന്ന്. നേരെ മറിച്ച് ഈ അഗാമിഡ്സിലേക്ക് വന്നാൽ, അതായത് ഈ ഓന്ത് വർഗത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെതറിയാണ്. അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പേപ്പറിന്റെ ഒക്കെ പോലെ ഇരിക്കും, കട്ടിയുള്ള ഒരു പേപ്പർ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ചുളുങ്ങുന്നത് ഏകദേശം അത് പൊട്ടി പുറത്തു വരാനാവുന്ന സമയത്ത് ആണ് ഇത് ഒന്ന് ചുളുങ്ങി യോക്കൊക്കെ തീർന്നു പോകും. ആ സമയമാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പുറത്തു വരാനുള്ള ടൈം ആയിട്ടുണ്ടാവും. പല്ലിയുടെ ഈ പറഞ്ഞ പോലെ ഷെല്ലുള്ളതും ഷെല്ലുള്ളതും മറ്റത് ഇതാണ്, ലെതറിയാണ്. ഓക്കെ സാർ, അതുപോലെ ഈ മോൾട്ടിങ് ചെയ്യലുണ്ടോ ഈ ലിസേർഡ്സ്? എല്ലാ ലിസേർഡ്സും മോൾട്ട് ചെയ്യും. യെസ്, മോൾട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.
ഉപേഷ് ഒരൊറ്റ ഡൗട്ട്. നമ്മുടെ ഈ കാല് വളരെയധികം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് കാലും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പീഷീസിലുണ്ട് നമുക്ക്. കാര്യം ഒരിക്കൽ നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് മംഗലം അടുത്ത് നമ്മുടെ നീളാനദിയുടെ തീരത്ത് മണരെ പിടിക്കാണ്ട് കുഴിച്ചപ്പം അവിടെ ഇതാണല്ലോ സാൻഡി സോയിൽ, അതിനകത്തൊന്നും അങ്ങനെ തുറന്നതൊക്കെ കിട്ടിയത്. അത് ഓൾമോസ്റ്റ് പാമ്പ് ലൈക്ക് മൂവിങ് ആണ്, പക്ഷെ കാലുകളുണ്ട് വളരെ ചെറുതായിരുന്നു. അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ എത്ര സ്പീഷീസ് ഉണ്ട് നമുക്കിവിടെ? ഇത് എവിടുന്നാണ് പ്രശ്നം? നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് മംഗലം എന്നാണ് സ്ഥലത്തിന്റെ പേര്, പക്ഷെ അതിന്റെ അടുത്ത് ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് കണ്ടത്. ഉമേഷ് നാളെ അവിടെ പോയി കുഴിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, ഞാൻ പടമൊന്നും എടുത്തില്ല. നമ്മുടെ പർപ്പസ് വേറെ ആയിരുന്നു. പെട്ടെന്ന് കണ്ടു, ഒരെണ്ണത്തെ കണ്ടുള്ളൂ. അതിനെ അവിടെ തന്നെ നമ്മൾ വിട്ടിട്ട് പോകുന്നു, പിടിച്ചൊന്നുമില്ല. ഞാൻ ഡേവിഡ് മനസ്സിലായിട്ട് ഞാൻ എങ്ങോട്ടാ വരുന്നതല്ലേ. സോ എന്താ പറയാ, ഒന്നുകിൽ രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. ഒന്നുകിൽ ഇത് സപ്പിൾ സ്കിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള റയോപ്പ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ലിംഫ് വളരെ ചെറുതാണ്, കുറച്ച് ഇലോങ്ങിനേറ്റഡ് ആണ്, എന്നാലും കാല് കാണാൻ പറ്റും. രണ്ടാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട്. നമുക്ക് കടലുണ്ടി ഉണ്ട്, ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. കടലുണ്ടി എന്ന് കണ്ടുപിടിക്കപ്പെട്ടൊരു അരണവർഗ്ഗം ഉണ്ട്. അവര് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കുണ്ടൽ പൂണ്ടി എന്നാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കടലുണ്ടി തീരങ്ങൾ മൊത്തം കുഴിച്ചു പറക്കിയായിരുന്നു. ഈ സാധനം കടലിന്റെ സൈഡിലുള്ള അല്ലെങ്കിൽ പുഴയുടെ സൈഡിലുള്ള മണലിനകത്താണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ചാൽസൈഡസ് പെൻഡാഡക്റ്റാല എന്നാണ് പറയുന്നത്. നമുക്ക് ആകെ ഒരേ ഒരു റെക്കോർഡ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അതിനെ കണ്ടിട്ടുമില്ല. ഒരു ഐഡിയ ഇല്ല എന്റെ സാധനം. ഇനിയിപ്പോ അതൊന്നും ആവാതിരിക്കട്ടെ. അതാണ് ഈ രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത്. ഞാൻ പടമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് സപ്പിൾ സ്കിങ്കാന്ന് എഴുതി തള്ളുന്നു. പ്രശാന്തിനെ ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, വർത്ത് ലുക്കിംഗ്. നമുക്ക് സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുന്നവർ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേണമെങ്കിൽ കിട്ടാം. പക്ഷെ ഇൻകോളിൽ ഒരു മെസ്സേജ് കാണുന്നുണ്ട്, ഒന്ന് വായിച്ചോട്ടെ. വായിച്ചോളൂ. പല്ലികൾക്ക് മനുഷ്യരുടെ ചിന്തകളും സംസാരങ്ങളും അറിയാനുള്ള കഴിവുണ്ടോ? പല്ലിശാസ്ത്രം എന്ന അന്ധവിശ്വാസത്തെ കുറിച്ച് പറയാമോ? മനുഷ്യരുടെ പെരുമാറ്റങ്ങളും അവരുടെ ശീലങ്ങളും മനസ്സിലാക്കാൻ കഴിയാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണമേശയുടെ അടിയിൽ ഒളിച്ചിരിക്കും, നമ്മൾ എഴുന്നേറ്റു എന്ന് തോന്നിയാൽ ഓടിയെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പല്ലികളായിട്ട് ബന്ധപ്പെട്ട്, പല്ലികളെന്നല്ല എല്ലാ ജീവിവർഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസം നമുക്കുണ്ടാവും, ആൾക്കാർക്കുണ്ട്. പല്ലി വെറും ഒരു ജീവി മാത്രമാണ്. അതിൻ്റെ അകത്ത് അന്ധവിശ്വാസങ്ങൾക്ക് ഒരു എന്താ പറയാ ചാൻസും ഇല്ല, സാധ്യതകളും ഇല്ല. പിന്നെ മനുഷ്യരുടെ ശീലങ്ങൾ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ പഠിക്കും, ബിഹേവിയർ പഠിക്കും. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോഴാണല്ലോ അവർക്ക് വരേണ്ടത്, അല്ലെ നമ്മളുടെ പ്രസൻസ് അവർക്ക് ഡിസ്റ്റർബൻസ് ആണല്ലോ. അപ്പൊ നമ്മൾ എണീക്കുമ്പോൾ അത് വരുന്നൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മാറിയാൽ അവർ താഴെ വന്നിട്ട് പാറ്റയിലേക്ക് പിടിക്കും. അപ്പൊ ആ ഒരു ഡിസ്റ്റർബൻസ് എന്നുള്ള അർത്ഥത്തിലാണ്, നമ്മളുടെ ആബ്സെൻസ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അത് ഓവർ ദ ടൈം അവരത് എന്താ പറയാ, അത് ലേണിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത് ഒബ്സർവേഷൻ നടന്നിട്ടുണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട് അങ്ങനത്തെ. പിന്നെ പല്ലി ശാസ്ത്രം എന്ന് പറയുന്നത് സംസാരിക്കേണ്ട വിഷയമേ അല്ല. അത് ഉമേഷ് പറഞ്ഞ കറക്റ്റ് ആണ്. അത് ലേൺ ചെയ്യുന്നുണ്ട്. കാര്യം ഞാനിവിടെ ഈ കിളികൾക്ക് കൊടുക്കാണ്ട് മുട്ട റെസ്ക് ഇട്ട് പൊടിച്ചു വെക്കുകയും അത് പൊടിച്ചു വിട്ട് കഴിഞ്ഞാൽ ചില സ്പീഷീസ് അതെടുത്ത് മാറ്റി വെക്കുകയും ചാടി കയറി കഴിക്കും. സ്ഥിരം കണ്ടിട്ടുള്ള അത് പകലാണ്, രാത്രിയല്ല. അതെ, അത് ശരിയാണ്. അങ്ങനെ ഒബ്സർവേഷൻസ് ഉണ്ട്. കൊട്ടിയൂർ കണ്ടെത്തി പ്രത്യേക പല്ലിയെ പറ്റി വാർത്ത കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്. കൊട്ടിയൂരിൽ കാണുന്നത് കൊട്ടിയൂർ മരപ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പല്ലിയാണ്. ഈ ഫോളൻ ലോഗ്സിന്റെ ഒക്കെ അടിയിലുണ്ടാകുന്ന കൊട്ടിയൂരിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള, കൊട്ടിയൂർ മാത്രമുള്ള ഒരു സ്പീഷീസ് ആണ്. കൊട്ടിയൂരല്ല, പൈതൽ മലയിലുണ്ട് കേട്ടോ, കൊട്ടിയൂർ മാത്രമല്ല. സോറി. അതിനെ കുറിച്ച് ഉമേഷിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അരുൺ രാജ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാഷെ കേൾക്കുന്നില്ല മാഷെ. അല്ല, കൊട്ടിയൂർ പല്ലിയെ കുറിച്ച് ഉമേഷിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അരുൺ രാജ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. മുസ്തഫയാണ് ചോദിച്ചത്, ആ സമയത്ത് കയറിയിട്ടില്ല. ഓക്കെ,
അപ്പൊ നമുക്ക് ഇനി ചോദ്യങ്ങളില്ലെങ്കിൽ അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണ ചില സമയത്ത് ചില വെബിനാറുകൾ ഒരുപാട് സമയം നീണ്ടുപോകാറുണ്ട്, 10 മണി വരെയൊക്കെ ആകാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള ഒരു അവസരം ഇല്ല. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ലതിക ടീച്ചർ എന്തേ കോണ്ടാക്ട് നമ്പർ ഇടാൻ പറയാം. നമ്മുടെ ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെബിനാർ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കുറച്ച് തിരക്കുണ്ടാവും ഇന്ന്, പ്രത്യേകിച്ച് ഫിഫ ഫൈനലായതുകൊണ്ടുള്ളൊരു ഇതുണ്ടാകാം, ഒരുങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഔപചാരികമായി നന്ദി പറയുന്നതിന് KK ലതിക ടീച്ചറെ ക്ഷണിക്കുകയാണ്. ഓക്കെ മാഷെ. അപ്പോ വർക്ക് വിത്ത് വിസിയുടെ 32ാമത്തെ വെബിനാറാണ് ഇവിടെ നടന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കായിരുന്നു ലിസാർഡ്സ്. ഒരുപാട് ലിസാർഡ്സിനെ കാണാറുണ്ട്, പക്ഷെ അതിന് കുറെ എണ്ണത്തിന്റെ ഒക്കെ പേരറിയാം. പക്ഷെ റെയർ ആയിട്ടുള്ള കുറെ ഐറ്റംസിനാ, കുറെ സ്പീഷീസിനാ ഉമേഷ് സാർ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് കൈകാര്യം ചെയ്ത ഉമേഷ് സാറിന് വർക്ക് വിത്ത് വിസിയുടെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. കൂടെ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, വർക്ക് വിത്ത് വിസിയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. താങ്ക് യു. Good night. Good night, everyone. Okay. See you. Thank you. Good night. Thank you.